മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ചില പ്രധാന സ്മാരകങ്ങൾ. താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു. 1632 മുതൽ 1653 കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസ് മഹലിനായി നിർമ്മിച്ച ഈ അത്ഭുത കെട്ടിടം വെളുത്ത മർമറിൽ തീർത്ത ഒരു സമാധിയാണ്. ഇത് ഇന്ത്യൻ ഇസ്ലാമിക് ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണവുമാണ്. ഹുമയൂൺസ് ടോം, ദില്ലി. 1558 അക്ബറിൻ്റെ മാതാവ് ഹാജി ബൈഗം മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ കല്ലറ താജ്മഹലിൻ്റെ പ്രചോദനമായ കെട്ടിടങ്ങളിലൊന്നാണ്. റെഡ് ഫോർട്ട്, ദില്ലി. 1648 ഷാജഹാൻ നിർമ്മിച്ച ഈ കോട്ട മുഗൾ ഭരണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ചുവന്ന കൽപ്പാറ കൊണ്ട് നിർമ്മിച്ച ഈ കോട്ട ഇന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന വേദിയാണ്. ജുമാ മസ്ജിദ്, ദില്ലി. 1656 ഷാജഹാൻ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ദില്ലിയിലെ പുരാതന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഫത്തേപൂർ സിക്രി, ഉത്തർപ്രദേശ്. അക്ബർ നിർമ്മിച്ച മുൻ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രി അതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിക്ക് പേരാണ്. അതിലേറെയും റെഡ് സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ചിരിക്കുന്നു. ബാദ്ഷാഹി മസ്ജിദ്, ലാഹോർ, പാകിസ്ഥാൻ. ഔറംഗസീൻ 1673 പണികഴിപ്പിച്ച ഈ പള്ളി ലോകത്തിൻ്റെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നുകൂടിയാണ്. ഷാലിമാർ ഗാർഡൻസ്, ലാഹോർ, കാശ്മീർ. ജഹാംഗീറും ഷാജഹാനും നിർമ്മിച്ച ഈ സുന്ദരമായ തോട്ടങ്ങൾ മുഗൾ ഗാർഡൻ ശൈലിയെ പ്രതിനിധീകരിക്കുന്നു. ബീബി കാ മക്ബറ, ഔറംഗാബാദ്. ഔറംഗസീറിൻ്റെ പുത്രനായ ആസാം ഷാ തൻ്റെ അമ്മയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഇത് ദക്ഷിണേന്ത്യയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നു. ആഗ്ര കോട്ട, ആഗ്ര ഫോർട്ട്, ഉത്തർപ്രദേശ്. അക്ബർ ഈ കോട്ട പണി കഴിപ്പിച്ചു. ഷാജഹാന്റെ കാലത്ത് ഇത് കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു. സഫ്ദർ ജംഗ് ടോം, ദില്ലി. 1754 നിർമ്മിച്ച ഈ കല്ലറ മുഗൾ ശൈലിയിലെ അവസാനത്തെ സ്മാരകങ്ങളിലൊന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇബാദത്ത് ഖാന. മതസംവിധാനത്തിനായുള്ള കേന്ദ്രമായിരുന്നു ഇത്. ഇബാദത്ത് ഖാന 1575 മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ സ്ഥാപിച്ച ഒരു മതസംവാദ